വെൽക്കം ടു ദ നെക്സ്റ്റ് സെഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നോസിനെ പറ്റിയിട്ടായിരുന്നു. സോ ദ നെക്സ്റ്റ് പോർഷൻ ഇസ് അബൌട്ട് ദി ഫാരിങ്സ്. Pharynx is a funnel-shaped tube about 13 cm long, and it starts from the internal layers and extends to cricoid cartilage. നിങ്ങൾക്കൊരു പിക്ചർ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ പൊസിഷൻ പോസ്റ്റീരിയർ ടു ദ നേസൽ ക്യാവിറ്റി ആൻഡ് ഓറൽ ക്യാവിറ്റി. അറിയാലോ, നേസൽ ക്യാവിറ്റീൻ്റെയും ഓറൽ ക്യാവിറ്റീൻ്റെയും posterior portion superior to larynx and inferior to cervical vertebrae. ഇവിടെയായിട്ട് കാണാം നിങ്ങൾക്ക് ഫാരിങ്സ്. ഓക്കെ, ഫാരിങ്സ് നമുക്കിവിടെ ഒറ്റ പോർഷനായിട്ട് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു തരാം ബാക്കി പോർഷൻ. ഈ പിക്ചർ നിങ്ങൾ പഠിക്കണം. ഓക്കെ, ദെൻ അതിൻ്റെ വാൾ ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് സ്കെലിറ്റൽ മസിൽ ആൻഡ് ഇസ് ലൈൻഡ് ബൈ മ്യൂക്കസ് മെംബ്രെയിൻ. അപ്പോൾ ഈ മ്യൂക്കസ് മെംബ്രെയിൻ ഉണ്ടാകുമ്പോൾ തന്നെ അവിടെ മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യും. ദ കോൺട്രാക്ഷൻ ഓഫ് ദ സ്കെലിറ്റൽ മസിൽ ഹെൽപ്പ് ഫോർ സോലോയിങ്. അപ്പോൾ ഇതിന് ആക്ച്വലി രണ്ട് ഫംഗ്ഷൻ ആയിരിക്കും അപ്പോൾ ഉണ്ടാവുക, എയറിൻ്റെയും അതുപോലെ ഫുഡിൻ്റെയും പാസേജിന് വേണ്ടി. അതുകൊണ്ടാണ് സ്കെലിറ്റൽ മസിൽ സോലോയിങ്ങിനൂടെ ഹെൽപ്പ് ചെയ്യുന്നത്. ദെൻ ഫങ്ഷൻസ് എന്ന് പറയുകയാണെങ്കിൽ പാസേജ് ഫോർ എയർ ആൻഡ് ഫുഡ്, നമുക്ക് എയർ പാസ് ചെയ്യാനും ഫുഡ് പാസ് ചെയ്യാനും ഇത് തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആസ് റെസനേറ്റിംഗ് ചേമ്പർ ഫോർ സ്പീച്ച് സൗണ്ട്സ് എന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഓരോ ആൾക്കാർക്കും ഡിഫറെൻറ്റ് ശബ്ദങ്ങളാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഈ ഫാരിങ്സിൻ്റെ സ്ട്രക്ചറിലുണ്ടാകുന്ന വെരി മൈന്യൂട്ട് ചേഞ്ചസ് ആണ്. അതുമല്ല, സ്ട്രക്ചറും ഇതിനകത്ത് റെസനേറ്റിംഗ് ചേമ്പർ എന്ന് വെച്ചാൽ സൗണ്ട് വൈബ്രേഷൻസിന് ചേഞ്ച് ഉണ്ടാക്കുന്ന ഒരു ചേമ്പറായിട്ടും ഇവരെ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സൗണ്ട് വൈബ്രേഷൻസ് കറക്റ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനും പറ്റും. ഓക്കെ, ദെൻ ടോൺസിൽസ് ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ഇമ്മ്യൂണോളജിക്കൽ റിയാക്ഷൻ. ഇതിനകത്ത് സ്പെസിഫിക് ടോൺസിൽസ് ഉണ്ടാവും, അത് ഇമ്മ്യൂണോളജിക്കൽ റിയാക്ഷൻ. ഇപ്പോൾ സപ്പോസ് നമ്മൾ എയർ അകത്തേക്ക് എടുക്കുകയും ചെയ്യും, അതുപോലെ ഭക്ഷണം കഴിയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എയറിനകത്തൊക്കെ എന്തെങ്കിലും ഫോറിൻ പാർട്ടിക്കിൾ അല്ലെങ്കിൽ പാത്തോജൻസ് ഉണ്ടെങ്കിൽ അതിനെയെല്ലാം ഡിവാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇമ്മ്യൂണോളജിക്കൽ റിയാക്ഷൻ അവിടെ നടക്കുന്നത്. അപ്പോൾ ടോൺസിൽസ് ആണ് അതിനെ ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഈ ഫാരിങ്സിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം: നേസോഫാരിങ്സ്, ഓറോഫാരിങ്സ് ആൻഡ് ലാരിഞ്ചോഫാരിങ്സ്. അപ്പോൾ നിങ്ങൾ ഈ പിക്ചറിൽ കാണുമ്പോൾ ഈ മൂന്ന് ഏരിയ ആയിട്ടായിരിക്കും കാണുന്നുണ്ടാവുക, നേസോ, ഓറോ ആൻഡ് ലാരിഞ്ചോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ വെച്ചിട്ടാണ് ഇതിനെ പറയുന്നത്. നേസോഫാരിങ്സ് ദ അപ്പർ പോർഷൻ ഓഫ് ദ ഫാരിങ്സ്, ഓറോഫാരിങ്സ് ദ ഇൻ്റർമീഡിയറ്റ് പോർഷൻ ആൻഡ് ദ ലാരിഞ്ചോഫാരിങ്സ് ഇൻഫീരിയർ പോർഷൻ, ഏറ്റവും ലാസ്റ്റ് പോർഷൻ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഹൈപ്പോഫാരിങ്സ്. ആ ഒരു പേരും കൂടി അതിന് പറയുന്നുണ്ട്. ഓക്കെ, സോ നേസോഫാരിങ്സ്, ഓറോഫാരിങ്സ് ആൻഡ് ലാരിഞ്ചോഫാരിങ്സ്. ദെൻ സോഫ്റ്റ് പലേറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ മൗത്തിൻ്റെ റൂഫിൻ്റെ പുറകിലുള്ള പോർഷൻ. ഹാർഡ് പലേറ്റും സോഫ്റ്റ് പലേറ്റും. അതുപോലെ ഈ സോഫ്റ്റ് പലേറ്റാണ് നേസോഫാരിങ്സിൻ്റെയും ഓറോഫാരിങ്സിൻ്റെയും ഇടയിലുള്ള മസ്ക്യുലർ പോർഷനായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് സ്ഥലം മനസ്സിലായല്ലോ. നമ്മുടെ നേസൽ ക്യാവിറ്റിൻ്റെ തൊട്ട് പുറകിലായിട്ടായിരിക്കും ഈ നേസോഫാരിങ്സ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ നേസോഫാരിങ്സിൻ്റെ അകത്തോട്ടേക്ക് വി ആർ ഹാവിങ് 5 ഓപ്പണിങ്സ്. ആ ഓപ്പണിങ്സ് ഏതൊക്കെയാണെന്ന് പറയുകയാണെങ്കിൽ 2 ഇൻറ്റേർണൽ ലെയേഴ്സ്. കാരണം നമ്മുടെ നോസിനകത്തുനിന്ന് വരുന്ന 2 ഓപ്പണിങ് വരുന്നത് നേസോഫാരിങ്സിൻ്റെ അകത്തോട്ടേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. പിന്നെ 2 ഓപ്പണിങ്സ് ലീഡ് ടു ഓഡിറ്ററി ട്യൂബ്സ്. ഓഡിറ്ററി ട്യൂബ്സ് എന്നാൽ നമ്മുടെ ത്രൂ ദി ഇയറിലോട്ടേക്ക് പോകുന്ന 2 ഓപ്പണിംഗ് ഉണ്ട്. ദെൻ 1 ഓപ്പണിംഗ് ടു ദി ഓറോഫാരിങ്സ്. നേസോഫാരിങ്സിൻ്റെ താഴത്തുള്ള പോർഷനാണ് ഓറോഫാരിങ്സ്. അപ്പോൾ അങ്ങോട്ടേക്കുള്ള ഒരു പോർഷനും 2 ഇൻറ്റേർണൽ ലെയേഴ്സിൻ്റെ ഓപ്പണിങ്ങും 2 ഓഡിറ്ററി ട്യൂബിൻ്റെ ഓപ്പണിങ്ങും, അങ്ങനെ ടോട്ടലി നമുക്ക് 5 ഓപ്പണിംഗ് ആണ് ഈ നേസോഫാരിങ്സിൻ്റെ അകത്ത് തന്നെ ഉള്ളത്. ഓക്കെ, അവിടെയുള്ള ടോൺസിൽസിൻ്റെ പേരാണ് ഫാരിഞ്ചിയൽ ടോൺസിൽ. ദാറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ നേസോഫാരിങ്സ്. ഓക്കെ, ദ നേസോഫാരിങ്സ് എക്സ്ചേഞ്ച് എ സ്മോൾ എമൗണ്ട് ഓഫ് എയർ ടു ദ ഓഡിറ്ററി ട്യൂബ് ദാറ്റ് ഹെൽപ്പ് ടു ഇക്വലൈസ് എയർ പ്രഷർ ബിറ്റ്വീൻ മിഡിൽ ഇയർ ആൻഡ് അറ്റ്മോസ്ഫിയർ. അപ്പോൾ നമുക്ക് ഈ നേസോഫാരിങ്സിനകത്തു നിന്നാണ് ഓഡിറ്ററി ട്യൂബിൻ്റെ ഓപ്പണിംഗ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ചെവിക്കുള്ളിലോട്ടേക്ക് ഒരു കണക്ഷൻ എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ എയർ പ്രഷർ എപ്പോഴും ബാലൻസ് ചെയ്യണം, മിഡിൽ ഇയറിനകത്തുള്ള പ്രഷറും അതുപോലെ അറ്റ്മോസ്ഫിയറിക് പ്രഷറും. അപ്പോൾ ഇതിനെ രണ്ടിനെയും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ഒരു എമൗണ്ട് എയറിനെ എക്സ്ചേഞ്ച് ചെയ്യും, പുറത്തേക്കും അകത്തേക്കും എടുക്കുന്ന ഒരു ഫങ്ഷനും കൂടി ആർക്കുണ്ട്, നേസോഫാരിങ്സിനുണ്ട്. അല്ലെങ്കിൽ നേസോഫാരിങ്സിൻ്റെ ഉള്ളിൽ കൂടെ എയർ പോകുമ്പോഴാണ്
ഓഡിറ്ററി ട്യൂബ് കുറച്ച് മിഡിൽ ഇയറിലോട്ടേക്ക് പാസ് ചെയ്ത് അവിടെയുള്ള ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, എയർ പ്രഷർ വിത്ത് ദാറ്റ് ഓഫ് ദി അറ്റ്മോസ്ഫിയർ ആൻഡ് മിഡിൽ ഇയർ. റെഡിയാണോ? ഓക്കെ. ദെൻ നെക്സ്റ്റ് പോർഷൻ ഇസ് ദി ഓറോഫാരിങ്സ്. ഫസ്റ്റ് ഇസ് ഇറ്റ്സ് പൊസിഷൻ. ഇറ്റ് ലൈസ് പൊസ്റ്റീരിയർ ടു ദ ഓറൽ ക്യാവിറ്റി. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ, നേസോഫാരിങ്സ് നോസിൻ്റെ പുറകിലും ഓറോഫാരിങ്സ് ഓറൽ ക്യാവിറ്റീൻ്റെ പുറകിലുമായിരിക്കും ഉണ്ടാവുക. ഓക്കെ, എക്സ്റ്റെൻഡ് ഫ്രം സോഫ്റ്റ് പാലറ്റ് ടു ദി ഹയോയിഡ് ബോൺ. ഹയോയിഡ് ബോൺ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടങ് ആണ് ഹയോയിഡ് ബോണായിട്ട് ഡയറക്റ്റ്ലി അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടം വരെയുള്ള പോർഷനാണ് ഓറോഫാരിങ്സ്. ഫ്രം സോഫ്റ്റ് പാലറ്റ് ടു ദി ഹയോയിഡ് ബോൺ ഇറ്റ് ഹാസ് ഓൺലി വൺ ഓപ്പണിംഗ്. ഓക്കെ, ഇറ്റ് കോൾഡ് ഫോസസ്. ഈ ഫോസസ് നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റം പഠിച്ചപ്പോൾ കണ്ടായിരുന്നു പിക്ചർ. നമ്മൾ ജസ്റ്റ് വായേൻ്റെ ഏറ്റവും പുറകിലുള്ള ഓപ്പണിംഗ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫോസസ് എന്ന് പറയുക. ദ പാലറ്റൈൻ ടോൺസിൽ ആൻഡ് ലിംഗ്വൽ ടോൺസിൽ ആർ പ്രസൻറ്റ് ഇൻ ഓറോഫാരിങ്സ്. നേരത്തെ നമ്മൾ ഒരു ടോൺസിൽ, ഫാരിഞ്ചിയൽ ടോൺസിലാണ് കണ്ടത്. ഓറോഫാരിങ്സിലാണെങ്കിൽ 2 ടോൺസിലുണ്ട്, പാലറ്റൈൻ ടോൺസിൽ ആൻഡ് ലിംഗ്വൽ ടോൺസിൽ, 2 ടോൺസിൽസ് ഉണ്ട്. ഫങ്ഷൻസ്, ഓറോഫാരിങ്സിൻ്റെ ഫങ്ഷനും ബോത്ത് ഡൈജസ്റ്റീവ് ആൻഡ് റെസ്പിറേറ്ററി ഫങ്ഷൻസിനാണ് ഉണ്ടാകുന്നത്. ഇറ്റ് സെർവ് ആസ് എ കോമൺ പാസേജ് ഫോർ ഫുഡ്, എയർ ആൻഡ് ഡ്രിങ്ക്, നോർമൽ കേട്ടോ. Then next is laryngopharynx. It is also known as hypopharynx. അപ്പോൾ നമ്മൾ ഓറോഫാരിങ്സ് പറഞ്ഞത് ഹയോയിഡ് ബോൺ വരെയാണ്. അപ്പോൾ ലാരിഞ്ചോഫാരിങ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക ഫ്രം ഹയോയിഡ് ബോൺ ആണ്. ഓക്കെ, ഇവിടെ പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. ഇറ്റ് ബിഗിൻ ഫ്രം ദി ഹയോയിഡ് ബോൺ. ഇൻഫീരിയർലി ഇറ്റ് ഓപ്പൺസ് ഇൻ ടു ഈസോഫേഗസ്. ഡയറക്റ്റ്ലി അത് ഈസോഫേഗസിലോട്ട്, എന്ന് വെച്ചാൽ ഈസോഫേഗസിൻ്റെ മുകളിൽ, ഈസോഫേഗസിലോട്ടേക്കാണ് അത് ഓപ്പൺ ചെയ്യുന്നത്. ഇതിനും 2 ഫങ്ഷൻ ഉണ്ട്, ബോത്ത് റെസ്പിറേറ്ററി ആൻഡ് ഡൈജസ്റ്റീവ് പാത്വേ. ഓക്കെ, അപ്പോൾ അത്രയാണ് നമുക്ക് എന്തിനെപ്പറ്റി പറയാനുള്ളത്, ഫാരിങ്സ്. ഫാരിങ്സിൻ്റെ 3 പോർഷൻ, നെയ്സോഫാരിങ്സ്, ഓറോഫാരിങ്സ് ആൻഡ് ലാരിഞ്ചോഫാരിങ്സ്. അതിൻ്റെ പൊസിഷനും ജസ്റ്റ് ഫങ്ഷൻസും മാത്രം നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. ദെൻ നെക്സ്റ്റ് ഇസ് ദി ലാരിങ്സ്. ലാരിങ്സ് എന്ന് പറയുമ്പോൾ എവിടെയായിരിക്കും, ഈ ഫാരിങ്സിൻ്റെ താഴത്ത് വരുന്ന പോർഷനാണ് ലാരിങ്സ്. ലാരിങ്സിൽ കുറച്ച് കാർട്ടിലേജസ് ഒക്കെ പ്രസൻ്റ് ആണ്. ആ പിക്ചർ ഇവിടെ സൈഡിലുണ്ട്. ലാരിങ്സ് കണക്ട് ലാരിഞ്ചോഫാരിങ്സ് വിത്ത് ട്രക്കിയ എന്ന് വെച്ചാൽ ഫാരിങ്സിൻ്റെ ലാസ്റ്റ് പോർഷനാണ് ലാരിഞ്ചോഫാരിങ്സ്. ഈ ലാരിഞ്ചോഫാരിങ്സിനെ ട്രക്കിയായിട്ട് കണക്ട് ചെയ്യുന്ന പോർഷനാണ് ലാരിങ്സ്. ഓക്കെ, ദെൻ പൊസിഷൻ. Present in the middle line of the neck, then anterior to the esophagus, then C4 to C6. ഇത്രയാണ് ഇതിൻ്റെ പൊസിഷൻ. അപ്പോൾ മിഡ് ലൈൻ ഓഫ് ദ നെക്ക്, നമ്മുടെ കഴുത്തിൻ്റെ ഏതാണ്ട് നടുക്കായിട്ടാണ് ഈ ലാരിങ്സിൻ്റെ പൊസിഷൻ ഉള്ളത്. ദെൻ ഈസോഫേഗസിൻ്റെ തൊട്ട് പുറകിലും വേറൊരു പിക്ചർ ഞാൻ കാണിച്ചിട്ട് തരാം കേട്ടോ. ദെൻ C4 to C6 സെർവിക്കൽ വെർട്ടിബ്രെ. എന്ന് വെച്ചാൽ സെർവിക്കൽ വെർട്ടിബ്രെ 4ൻ്റെയും 6ൻ്റെയും ഇടയിലാണ് ഈ ലാരിങ്സ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് 9 പീസസ് ഓഫ് കാർട്ടിലേജസ്. അപ്പോൾ ഈ 9 പീസസ് ഓഫ് 9 കാർട്ടിലേജാണ് ആക്ച്വലി ഈ ലാരിങ്സിനെ കമ്പോസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് 3 സിംഗിളും 3 പെയറുമായിട്ടാണ് നിൽക്കുന്നത്. സിംഗിളായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് തൈറോയിഡ് കാർട്ടിലേജ്, എപ്പിഗ്ലോട്ടിസ് ആൻഡ് ക്രിക്കോയിഡ് കാർട്ടിലേജ്. പെയറിൽ നിൽക്കുന്നത് അരിറ്റിനോയിഡ് കാർട്ടിലേജ്, ക്യൂനിഫോം ആൻഡ് കോർണിക്യുലേറ്റ്. അപ്പോൾ 3 പെയറിലെന്ന് പറയുമ്പോൾ അത് 6 പിന്നെ 6+ സിംഗിളിൽ നിൽക്കുന്ന 3 പേരും കൂടി ആകുമ്പോൾ 6 + 3 9. ഓക്കെ, തൈറോയിഡ് കാർട്ടിലേജ്, എപ്പിഗ്ലോട്ടിസ് ആൻഡ് ക്രിക്കോയിഡ് കാർട്ടിലേജ്, ഇത് 3 ഒറ്റ ആൾക്കാരേ ഉള്ളൂ. ദെൻ അരിറ്റിനോയിഡ്, ക്യൂനിഫോം ആൻഡ് കോർണിക്കുലേറ്റ്, അവർ ഡബിളായിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണുള്ളത്. ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ പിക്ചർ കാണാം. എപ്പിഗ്ലോട്ടസ് മുകളിൽ കുറച്ചും കൂടി നന്നായിട്ടുണ്ട്. ഇത് ഒന്ന് ഫ്രണ്ട് പോർഷനും ഒന്ന് ബാക്ക് പോർഷനിൻ്റെ പിക്ചറാണ്. ഹയോയിഡ് ബോണിൻ്റെ പുറകിലായിട്ട് എപ്പിഗ്ലോട്ടസ് വരും. ദെൻ കോർണിക്കുലേറ്റ്, അരിറ്റിനോയിഡ് കാർട്ടിലേജ്, ക്രിക്കോയിഡ് കാർട്ടിലേജ്, തൈറോയിഡ് ഗ്ലാൻഡ്. ഓക്കെ, ഇത്രയും തൽക്കാലം നിങ്ങൾ കണ്ടിരിക്കുക. അത് അവിടെ സൈഡിൽ ബാക്കിയുള്ളതിൻ്റെയൊക്കെ പിക്ചേഴ്സ് കാണിക്കുന്നുണ്ട്. ഓക്കെ, പിക്ചർ ഒന്ന് തറലി ചെക്ക് ചെയ്യുക. എപ്പിഗ്ലോട്ടസ് ഒക്കെ നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് വേണം.
Then next is the arytenoid cartilage help in changing the position and tension of the vocal cord. ഫാരിങ്സ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വോക്കൽ കോഡിൻ്റെ ടെൻഷൻ എന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതുപോലെ തന്നെ ഇയാളും ഈ അരിറ്റിനോയിഡ് കാർട്ടിലേജും ചേഞ്ചിങ് ദി പൊസിഷൻ ആൻഡ് ടെൻഷൻ ഓഫ് ദി വോക്കൽ കോഡ്. ദെൻ 2 മസിൽസ് ആണുള്ളത്, ഇൻട്രിൻസിക് മസിലുണ്ട്, എക്സ്ട്രിൻസിക് മസിലുണ്ട്. ഇൻട്രിൻസിക് മസിൽ കണക്ട് ദി കാർട്ടിലേജസ് ടു വൺ അനദർ. ഇവിടെയുള്ള കാർട്ടിലേജിനെ ഓരോരുത്തരെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ഇൻട്രിൻസിക് മസിൽ, ഇത് ഇൻസൈഡിലുള്ള മസിൽ. എക്സ്ട്രിൻസിക് എന്ന് പറയുമ്പം ഈ കാർട്ടിലേജിനെ പുറത്തുള്ള ഏരിയയായിട്ട് ത്രോട്ടിൻ്റെ ബാക്കി ഏരിയനോട് കണക്ട് ചെയ്യാനാണ് എക്സ്ട്രിൻസിക് മസിൽ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ the laryngeal portion above the vestibule, that is laryngeal vestibule, and below the vocal fold is infraglottic cavity. ദാ അവിടെ കാണാം laryngeal vestibule and infraglottic cavity. ആൻഡ് ദാ ഇവിടെയും 2 ക്യാവിറ്റി ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ. വോക്കൽ ഫോൾഡിൻ്റെ താഴത്തോട്ടേക്ക് വരുന്നത് ഇൻട്രാഗ്ലോട്ടിക്, അതിൻ്റെ മുകളിലേക്ക് വരുന്നത് ലാരിഞ്ചിയൽ വെസ്റ്റിബ്യൂൾ. ഓക്കെ. അപ്പോൾ ഇതൊക്കെ അനാറ്റമി ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ക്ലിയർ ആയിട്ട് എഴുതി വെക്കണം. ദെൻ ഇനി നമുക്ക് ആഡംസ് ആപ്പിൾ, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ലാരിങ്സിൻ്റെ ഉള്ളിലുള്ള ഒരു എന്താ പറയുക, അതും ഒരു ട്രയാങ്കുലർ ഷേപ്പായിട്ടുള്ള കാർട്ടിലേജ് തന്നെയാണ്. ഇറ്റ് പ്രസൻറ്റ് ഇൻ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ. ദെൻ അതിനകത്ത് മെയിലാണെങ്കിൽ വൈഡറായിട്ടായിരിക്കും ആഡംസ് ആപ്പിൾ കാണുക, അത് നമുക്ക് പ്രോമിനൻ്റ് ആയിട്ട് കാണാൻ പറ്റും. അവരുടെ ഈ ത്രോട്ടിൻ്റെ തൊണ്ടയുടെ അവിടെ നോക്കുകയാണെങ്കിൽ ചെറിയൊരു പ്രൊജക്ഷൻ ആയിട്ട് തന്നെ കാണാം. പക്ഷേ ഫീമെയിലിൽ അത് കാണാൻ പറ്റില്ല. അത് കാരണം എന്താണെന്ന് വെച്ചാൽ മെയിലും ഫീമെയിലും ഉണ്ടെങ്കിലും മെയിലിൽ സെക്സ് ഹോർമോൺസ് അതിൻ്റെ ഫങ്ഷൻ കാരണം ഈ വൈഡനിങ് ഉണ്ടാവും. ആഡംസ് ആപ്പിൾ മോസ്റ്റ് വൈഡനായിട്ട് മെയിലിൽ മാത്രമേ അത് പ്രോമിനൻ്റ് ആയിട്ട് പുറത്തോട്ടേക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഈസ് ദി എപ്പിഗ്ലോട്ടിസ്. എപ്പിഗ്ലോട്ടിസ് ലീഫ് ഷേപ്ഡ് പീസാണ്. നമ്മൾ നേരത്തെ പിക്ചറിൽ കണ്ടായിരുന്നു, ഒരു ലീഫായിട്ട് നിൽക്കുന്നത്. elastic cartilage. The stem of the epiglottis attached to thyroid cartilage. The superior leaf-like portion is unattached and is free to move up and down. ഒരു ലീഫ് പോലെ അറ്റാച്ച് ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഈ ഫ്രീ മൂവ്മെൻറ്റ് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ ലാരിങ്സും ഫാരിങ്സൊക്കെ ചെറുതായിട്ട് റേസ് ആവും. അപ്പോൾ ഈ റേസ് ആവുന്ന സമയത്ത് എലിവേഷൻ ഓഫ് ലാരിങ്സ് കോസസ് ദി എപ്പിഗ്ലോട്ടിസ് മൂവ് ഡൗൺ ആൻഡ് ക്ലോസസ് ദി ലാരിങ്സ്. അപ്പോൾ ഈ ലാരിങ്സിൻ്റെ മുകളിൽ വന്നിട്ട് എപ്പിഗ്ലോട്ടിസ് എന്ത് ചെയ്യണം, ക്ലോസ് ആയിട്ട് നിൽക്കണം. അപ്പോൾ ലാരിങ്സിൻ്റെ അകത്തോട്ടേക്ക് ഭക്ഷണം പോവാതെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രിവെൻറ്റീവ് ആക്ഷനാണ് ശരിക്കും ആര് കൊടുക്കുന്നത്, ഈ എപ്പിഗ്ലോട്ടിസ് കൊടുക്കുന്നത്. വെച്ചാൽ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഈ എപ്പിഗ്ലോട്ടിസ് നേരെ പോയി ലാരിങ്സിൻ്റെ മുകളിൽ ക്ലോഷർ ഉണ്ടാക്കും. അപ്പോൾ ഫുഡ് അതിനകത്തോട്ടേക്ക് പോവില്ല. അലോസ് ദ പാസേജ് ഓഫ് ഫുഡ് ആൻഡ് ഡ്രിങ്ക് ടു ദ ഈസോഫേഗസ്. ഡയറക്റ്റ്ലി ഈസോഫേഗസിൻ്റെ അകത്തോട്ടേക്ക് പോകും ആൻഡ് കീപ് ദം ഔട്ട് ഓഫ് ലാരിങ്സ് ആൻഡ് എയർവേ. അതുകൊണ്ടാണ് പറയുന്നത് ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കരുത് എന്ന്. കാരണം നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഈ ചെറിയ എപ്പിഗ്ലോട്ടിസ് ഉണ്ടല്ലോ, എപ്പിഗ്ലോട്ടിസ് ചിലപ്പോൾ എയറിൻ്റെ കൂടുതലായിട്ടുള്ള പാസേജ് കാരണം ചിലപ്പോൾ അത് ഓപ്പണായി പോകാനും കഴിക്കുന്ന ഫുഡിൻ്റെ ചെറിയൊരു പോർഷൻ എങ്ങാനും ഈ ലാരിങ്സിലോട്ടേക്കോ എയർവേയിലോട്ടേക്കോ പോവുകയാണെങ്കിലാണ് നമുക്ക് ചോക്കിങ് ഉണ്ടാവുക, ചുമയ്ക്കും. പിന്നെ ചില കണ്ടീഷൻ അത് കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പോൾ നോർമലി നമ്മളത് പുറത്ത് ചെറുതായിട്ട് തട്ടിക്കൊടുത്താൽ പോകാവുന്നതല്ലോ. അതുകൊണ്ടാണ് കഴിയുന്നതും ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കരുതെന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ക്രിക്കോയ്ഡ് കാർട്ടിലേജ്, ദ ലാൻഡ് മാർക്ക് ഫോർ ട്രക്കിയോസ്റ്റോമി. പിന്നെ വരുന്നത് ക്രിക്കോയ്ഡ് കാർട്ടിലേജ് ഉണ്ടല്ലോ, ആ ക്രിക്കോയ്ഡ് കാർട്ടിലേജിലാണ് ശരിക്കും ഈ ട്രക്കിയോസ്റ്റോമി. ഇപ്പോൾ നോർമലി നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റാത്ത സമയത്ത് ഇതൊരു എക്സ്റ്റേർണലി നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ട്രക്കിയോസ്റ്റോമിൻ്റെ സമയത്ത് ക്രിക്കോയ്ഡ് കാർട്ടിലേജിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഈ ഇൻസ്ട്രുമെൻറ്റ് നമ്മുടെ ബോഡിക്കുള്ളിലോട്ടേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ. അത് നിങ്ങൾക്ക് പിന്നെ കുറേ കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ടാവും അടുത്ത ഏതെങ്കിലും സെമ്മിലൊക്കെ. ദെൻ
നെക്സ്റ്റ് ഇസ് ദി ട്രക്കിയ ഓർ വിൻഡ് പൈപ്പ്. ഇതാ പിക്ചറിൽ കാണാം, ഈസോഫേഗസിൻ്റെ തൊട്ട് പുറകിലായിട്ട് കാണുന്നതാണ് ട്രക്കിയ. ലെങ്ത്ത് ഹാർഡ്ലി 15 cm, ഡയമീറ്റർ 12.5 cm. ഇറ്റ്സ് ലൊക്കേഷൻ ആൻറ്റീരിയർ ടു ഈസോഫേഗസ്, അല്ല ഈസോഫേഗസിൻ്റെ പുറകിലായിട്ടാണ് കാണുന്നത്. എക്സ്റ്റെൻഡ് ഫ്രം ലാരിങ്സ് ടു ദ സുപ്പീരിയർ ബോർഡർ ഓഫ് ദി ഫിഫ്ത്ത് തൊറാസിക് വെർട്ടിബ്രേ. നേരത്തെ നമ്മൾ C4 C6 ഒക്കെയാണ് പറഞ്ഞത്, ഇനിയിപ്പോൾ തൊറാസിക് പോർഷനിലെത്തി. ദെൻ വേർ ഇറ്റ് ഡിവൈഡ്സ് ഇൻറ്റു റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പൾമണറി ബ്രോങ്കൈ. എന്ന് വെച്ചാൽ ഫിഫ്ത്ത് തൊറാസിക് വെർട്ടിബ്രേ എത്തുന്നത് വരെ അത് സിംഗിൾ ട്യൂബായിരിക്കും. ഫിഫ്ത്ത് തൊറാസിക് വെർട്ടിബ്രേ കഴിയുകയാണെങ്കിൽ അത് ഡിവൈഡ് ചെയ്യും. ആരായിട്ട്? ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പൾമണറി ബ്രോങ്കൈ ആയിട്ട് ഈ ട്രക്കിയ ഡിവൈഡ് ചെയ്യും. ഓക്കെ. ദെൻ ലെയേഴ്സ്. ഇതിന് നമുക്ക് 4 ലെയറാണുള്ളത്: മ്യൂക്കോസ, സബ് മ്യൂക്കോസ, ഹൈലൻ കാർട്ടിലേജ് ആൻഡ് അഡ്വൻറ്റീഷ്യ. മ്യൂക്കോസയ്ക്കകത്ത് സ്യൂഡോസ്ട്രാറ്റിഫൈഡ് കോളംനാർ എപ്പിത്തീലിയം ഉണ്ട്. അപ്പോൾ സീലിയേറ്റഡ് ആണ്. സീലിയേറ്റഡ് ആകുമ്പോൾ എന്തിനായിരിക്കും ഹെൽപ്പ് ചെയ്യുക? ഡസ്റ്റിൻ്റെ എല്ലാ മൂവ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ടാണ് ഇവർ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ദെൻ സബ് മ്യൂക്കോസ ഹാവിങ് ഏരിയോളാർ കണക്റ്റീവ് ടിഷ്യൂ വിത്ത് സീറോ മ്യൂക്കസ് ഗ്ലാൻഡ്, അപ്പോൾ മ്യൂക്കസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ദെൻ നോർമലി ഒരു കാർട്ടിലേജ്. ദെൻ അഡ്വൻറ്റീഷ്യ ജോയിൻറ്റ് ട്രക്കിയ വിത്ത് സറൗണ്ടിങ് ടിഷ്യൂ. ഏറ്റവും ഔട്ടർ മോസ്റ്റിലുള്ള ലെയർ ഇതാ ട്രക്കിയ. നിങ്ങൾക്ക് പിക്ചർ കാണാം, ഉണ്ടോ? ഇങ്ങനെ പിക്ചർ കാണുന്നുണ്ട്. T5-ലെത്തുമ്പോൾ ലെഫ്റ്റും റൈറ്റുമായിട്ട് ഇത് മാറുകയാണ് ചെയ്യുക. ഓക്കെ. ഇവിടെ ആക്ച്വലി നമുക്ക് 16 to 20 ഇൻകംപ്ലീറ്റ് C-ഷേപ്ഡ് ഹൊറിസോണ്ടൽ റിങ്സ് ഓഫ് ഹൈലൻ കാർട്ടിലേജ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, കണക്റ്റഡ് ബൈ ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ. ദ C-ഷേപ്ഡ് ഫേസസ് ടുവാർഡ്സ് ദി ഈസോഫേഗസ്. എന്നുവെച്ചാൽ ഈസോഫേഗസിൻ്റെ മുകളിലോട്ടേക്കാണ് C കണക്ട് ചെയ്തിരിക്കുന്നത്. ഫേസ് ചെയ്ത് ആ പിക്ചർ കണ്ടോ, ഒരു C എഴുതിയിട്ടുണ്ടെങ്കിൽ ആ സീൻ്റെ ഓപ്പണിംഗ് വരുന്നത് ഈസോഫേഗസിൻ്റെ മുകളിലോട്ടേക്കാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. C-ഷേപ്പ് ഫേസസ് ടുവാർഡ്സ് ദി ഈസോഫേഗസ് കണക്റ്റഡ് ടുഗെദർ ബൈ ഫൈബ്രോമസ്കുലർ മെംബ്രെയിൻ. എന്നിട്ട് അതിനെ കണക്ട് ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫൈബ്രോമസ്കുലർ മെംബ്രെയിൻ. ദ മെംബ്രെയിൻ ഹാവ് സ്മൂത്ത് മസിൽ ഫൈബേഴ്സ്. അതിൻ്റെ പേരാണ് ട്രക്കിയാലിസ് മസിൽ ആൻഡ് ഇലാസ്റ്റിക് കണക്റ്റീവ് ടിഷ്യൂ. ഓക്കെ. അലോസ് ഫോർ ദി ചേഞ്ച് ഓഫ് ഡയമീറ്റർ ഓഫ് ദ ട്രക്കിയ ഡ്യൂറിങ് ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ. എന്ന് വെച്ചാൽ ഈ മസിൽ ഒക്കെ അവിടെ ഉണ്ടാവുമല്ലോ, ഈ മസിൽസിന് ചെറുതായിട്ട് എന്ത് പറ്റും? കോൺട്രാക്ഷനും റിലാക്സേഷനും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മളെ ശ്വാസം എടുക്കുകയും അതുപോലെ പുറത്തേക്ക് ഡ്യൂറിങ് ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ എന്ത് വേണം? ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റില്ല, ചെറുതായിട്ട് അത് എന്ത് ചെയ്യണം? മൂവ് ചെയ്യണം. അപ്പോൾ ഈ മൂവ്മെൻറ്റിന് ഈ ഡയമീറ്റർ നമ്മൾ 2.5 cm ഡയമീറ്റർ പഠിച്ച് ട്രക്കിയ ചെറുതായിട്ട് കോൺട്രാക്ട് ചെയ്യാനും റിലാക്സ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ കോൺട്രാക്ഷനും റിലാക്സേഷനും ഹെൽപ്പ് ചെയ്യുന്നത് ആക്ച്വലി ഈ മസിലാണ്. ഓക്കെ. ദെൻ ദ C-ഷേപ്പ് ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ ദ ഷേപ്പ് ആൻഡ് പ്രിവെൻറ്റ് ഫ്രം കൊലാപ്സിങ്. സപ്പോസ് നമ്മൾക്ക് എയർ ഒന്നും വളരെ കുറച്ചേ വരുന്നുള്ളൂ എന്ന് വെച്ചാൽ ഇത് ചിലപ്പോൾ കൊലാപ്സ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, ഒട്ടിപ്പോവാനുള്ള. അപ്പോൾ ഈ C-ഷേപ്പ് ആവുന്നതിനെ കൊണ്ട് എന്തുണ്ടാവില്ല? അതിന് കൊലാപ്സ് ആയി പോവില്ല, അത് അവിടെ തന്നെ അതേപോലെ തന്നെ നിൽക്കും. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ നമുക്ക് എന്തിനെ പറ്റി പറയാനുള്ളൂ? ട്രക്കിയനെ പറ്റി പറയാനുള്ളൂ. ഇനി ബാക്കി വരുന്നത് ലങ്സൊക്കെയാണ്, അത് കുറച്ച് വൈഡറായിട്ട് തന്നെ പറയണം. അപ്പോൾ ഇന്ന് തൽക്കാലം നിങ്ങൾ ഇത്രയും കാര്യം പഠിച്ചിരിക്കുക, ഈ പിക്ചേഴ്സ് പഠിക്കണം. ഓക്കെ, താങ്ക് യു.